പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വരുന്നത് ഇപ്പോൾ ഒരു കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വിവാദമുണ്ട്. നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖല ആകെ തകർന്ന് തരിപ്പണമായി എന്നുള്ള പ്രചരണം. അത് തുടങ്ങിയത് 3 ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു ദാരുണമായ വാർത്ത ഉണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 വർഷം മുന്നേ സർജറി നടത്തിയിട്ടുള്ള ഉഷ ജോസഫ് എന്ന സ്ത്രീക്ക് ഉണ്ടായ ഒരു അനുഭവം. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു സർജിക്കൽ ഉപകരണം സ്വന്തം ശരീരത്തിൽ പേറിക്കൊണ്ട് അതിൻ്റെ വേദനയും ദുഃഖവും സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. ആ വാർത്തയോടൊപ്പം നമ്മൾ നിൽക്കുന്നു. ഉഷ ചേച്ചിയുടെ ആ ദുഃഖത്തിലും ആ സങ്കടത്തിലും ഒക്കെ തന്നെ നമ്മൾ പങ്കുചേരുന്നു എന്ന് കരുതി ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നിരത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയാകെ തകർന്നിരിക്കുന്നു എന്ന പ്രചരണത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ. ആ ആശുപത്രികളെ കുറിച്ച് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ആശുപത്രികളുടെ ക്രെഡിബിലിറ്റി തന്നെ തകർക്കുന്ന ഒരു പ്രചരണമാണ്. നാളെ മറ്റൊരു സാധാരണക്കാരന് എന്തെങ്കിലും സർജറിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗചികിത്സയ്ക്കോ ആയിട്ട് സർക്കാർ ആശുപത്രികളെ സമീപിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ വിശ്വാസത്തോടെ പോവുക? അപ്പോൾ ഇതിനെ പ്രതിരോധിച്ച് മതിയാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റാണ്. കൃത്യമായ വിഷനോട് കൂടിയാണ് ഓരോ മേഖലയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആർദ്ര കേരള മിഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആശുപത്രി സമുച്ചയങ്ങളും അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമനങ്ങൾ നടത്തിക്കൊണ്ട് ഓരോ സാധാരണക്കാരനും കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 ആരോഗ്യ മേഖല ആയിക്കൊണ്ട് കേരളം തുടർന്നു കൊണ്ടുപോകുന്നത്. നമുക്കറിയാലോ, UDFൻ്റെ ഭരണം അവസാനിക്കുന്ന സമയത്ത് എല്ലാ ജില്ലയിലും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, മെഡിക്കൽ കോളേജ് എന്ന്. ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. മഞ്ചേരി കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, വയനാട് കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു. വയനാട്ടിലെ മെഡിക്കൽ കോളേജ് എവിടെയാണെന്ന് ഇവർക്ക് ഇപ്പോഴെങ്കിലും കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ കൃത്യമായിട്ട് ഇടപെടലാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 2 മണി വരെയാണ് OP എങ്കിൽ ഇന്ന് 6 മണി വരെയാണ് OP. നേരത്തെയുള്ള താലൂക്ക് ആശുപത്രികൾ ഇന്ന് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായി മാറി. ജില്ലാ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറി. ഇതും പെട്ടെന്ന് മാറുന്നല്ല, കൃത്യമായ നിയമനങ്ങൾ നടത്തി. 2430 സ്റ്റാഫ് നിയമനങ്ങളാണ് അവിടെ നടത്തിയത്. ഡോക്ടർമാരുടെ നിയമനങ്ങൾ 9982 നിയമനങ്ങൾ, ഏകദേശം 10,000 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ മാറുന്നത്. അവിടെയൊക്കെ ഫെസിലിറ്റീസ് കൂടുതൽ കൊണ്ടുവന്നു, സൗകര്യങ്ങൾ കൊണ്ടുവന്നു, ലാബുകൾ കൊണ്ടുവന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നു. ഈ രീതിയിലാണ് നമ്മുടെ ആരോഗ്യ മേഖലയെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രി. മെഡിക്കൽ കോളേജിലെ OPയിൽ മാത്രം എത്തിച്ചേരുന്നവരുടെ എണ്ണം 1,13,00,000 പേരാണ്. മറ്റ് ജില്ലാ താലൂക്ക് മറ്റ് ആശുപത്രികളിൽ എത്തിച്ചേരുന്നവരുടെ എണ്ണമാണെങ്കിൽ 11,49,00,000 പേരാണ്. ഏകദേശം 13 കോടിയോളം രോഗികളാണ് ഒരു വർഷത്തിൽ ചികിത്സ തേടി OP വിഭാഗത്തിൽ മാത്രം എത്തുന്നത്. കിടത്തി ചികിത്സയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നവരുടെ എണ്ണം 5,49,000 പേരാണ്. മറ്റ് ആശുപത്രിയിൽ 7,20,000 പേരാണ് എത്തുന്നത്. മേജർ ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന മെഡിക്കൽ കോളേജിൽ 1,34,000 പേരാണെങ്കിൽ മറ്റ് ആശുപത്രിയിൽ എത്തിച്ചേരുന്നവർ 1,12,000 പേരാണ്. നേരത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ചികിത്സാ ചെലവിനേക്കാൾ 60% കുറവാണ് ഇപ്പോൾ ഉള്ളത്. മാതൃമരണ നിരക്ക് 49 നിന്നും 19 കൊണ്ടുവരാൻ പറ്റി. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അമേരിക്കയ്ക്ക് മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നേരത്തെ 12 ആയിരുന്നത് നമുക്കിപ്പോൾ 6 കുറയ്ക്കാൻ കഴിഞ്ഞു. ഈ രീതിയിൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. ഈ പ്രചരണത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട്. അതിൽ ഏറ്റവും വൃത്തികെട്ട അജണ്ട UDFൻ്റെ നേതൃത്വത്തിലുള്ള അജണ്ട തന്നെയാണ്. ഏത് വിധേന എന്ത് നെറികെട്ട പരിപാടി നടത്തിയിട്ട് അധികാരത്തിലെത്തണം എന്ന് പറഞ്ഞ് നടക്കുന്ന VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF നടത്തുള്ള പ്രചരണമാണ്. മറ്റൊന്ന്, ഇതിന് ഫണ്ടിങ് ചെയ്യുന്നത് അമേരിക്കൻ കുത്തക കമ്പനികളായിട്ടുള്ള TGK അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയുള്ള ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 7,000 കോടിയോളം രൂപയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മുടെ ഈ ആരോഗ്യ മേഖല ആകെ തകർക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവത്തെ കൊണ്ടുപോകാൻ പാടില്ല. ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ട്. അതിന് കൃത്യമായ നടപടി സ്വീകരിക്കാൻ കഴിവും പ്രാപ്തിയുള്ള ഗവൺമെൻറ്റാണെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെയുള്ള അനുഭവം അറിയാലോ. അർച്ചനയുടെ കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടായ സമയത്ത് ആ ഒരു പരാതി ആരോഗ്യ വകുപ്പിൻ്റെ മുന്നിൽ കിട്ടുന്ന ഉടനെ തന്നെ സമാശ്വാസം എന്നുള്ള രീതിയിൽ ഒരു 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുകയുണ്ടായി. ഇത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണ്ടുകൊണ്ട് ആ ഒരു പരാതിയെ ആഭ്യന്തര വകുപ്പിന് കൈമാറിക്കൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള പ്രതിഫലം അവർക്ക് കിട്ടും.
അതുപോലെ ഇപ്പോൾ ഉള്ള ഈ ഒരു സംഭവത്തിൽ ഉഷ ചേച്ചിയുടെ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ സർജറി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ലളിതാംബികയുടെ പേരിൽ പരാതി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കൃത്യമായിട്ടുള്ള നടപടി അവിടെയും സ്വീകരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൃത്യമായിട്ട് ഇപ്പോൾ സർക്കാർ എടുക്കട്ടെ. അത് ചെയ്യും സർക്കാർ എന്ന് കരുതി നമ്മുടെ ആരോഗ്യ മേഖലയെ ആകെ തകർന്ന് തരിപ്പണമായി എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അത് തീർത്തും ശരിയല്ല. അതുകൊണ്ട് ഇതിനൊക്കെ പ്രതിരോധിച്ച് നിന്നേ പറ്റുള്ളൂ. നമ്മളെ സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രി. ആ ആശുപത്രിയുടെ വിശ്വാസത്തെ, ക്രെഡിബിലിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള ഈ പ്രചരണം നമ്മൾ പ്രതിരോധിച്ചേ മതിയാവുള്ളൂ. അതിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.